ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടു ആത്മബോധോദയ സംഘത്തിലെ ആചാര്യന്മാരെ ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചു. ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്ക് പ്രഭാതത്തിൽ തന്നെ ഏകദേശം 5 മണിക്ക് വെളുപ്പിന് തന്നെ സമാധിയിൽ എത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. 5 മണി സമയത്ത് സമാധിയിലെ ആ ശാന്തതയും ആ അനുഭവവും നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തുവാനും പ്രാർത്ഥന കഴിക്കുവാനും സാധിച്ചു. ആ ശുഭമായ കാര്യം നിങ്ങളിലേക്കും പകരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഭഗവാന്റെ സമാധി എല്ലാവരും കണ്ടിട്ടില്ല. ആത്മബോധോദയ സംഘത്തിൽ പല പല ശാഖകളായിട്ട് പല പല സ്ഥലത്തായിട്ട് പടർന്നു കിടക്കുകയാണ്. അപ്പോൾ സമാധിയിൽ വരുന്നവരല്ലാതെ മറ്റ് ആശ്രമങ്ങളിലുള്ളവർ വരുമെങ്കിൽ പോലും എല്ലാവരും കണ്ടു കാണില്ല ഇങ്ങനെയാണ് മഹാസമാധിയെന്ന്. ഈ ഇടം എല്ലാവരും ദർശിക്കേണ്ടുന്ന ഒരിടം തന്നെയാണ്. സമാധിയിൽ ഭഗവാന്റെ ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിൽ ഭഗവാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവിടെയുണ്ട്. അതായത് കട്ടിൽ, കസേര, ഭഗവാന്റെ ചൂരവടി, ഭഗവാന്റെ വടി, ഭഗവാന്റെ കോളാമ്പി, ഭഗവാന്റെ പല്ല്, മിതിയടി ഇത്യാദി കാര്യങ്ങൾ അവിടെ എപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ ലളിതമായ ജീവിതം ചെയ്താണ് ഭഗവാൻ തൻ്റെ ആദർശം ഈ ലോകത്തിൽ സ്ഥാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ഇതൊന്നും കാണാത്ത ധാരാളം ഭക്തജനങ്ങളുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. പുതിയവർ വരട്ടെ, കാണട്ടെ, ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് പങ്കുവയ്ക്കുന്നത്. കൂടാതെ ഞാൻ പഴയ സമാധി ഫോട്ടോസ് അത്ര ക്ലിയർ അല്ല. 1988 സമാധി പുനരുദ്ധരിക്കുന്നത്. എൻ്റെ അറിവനുസരിച്ച് മനനമ്മച്ചിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം സമാധിയിലെ പ്രവർത്തനങ്ങൾ ശോഷിക്കുകയും വേറെ കണ്ണംകുളം ശാഖയിലാണ് 144 പ്രവർത്തിച്ചിരുന്നത്. 1988 അതിനുശേഷം നടന്ന ആദ്യത്തെ പൂരത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആ ഫോട്ടോയിൽ മഹാസമാധിയുടെ പഴയകാല ചിത്രമുണ്ട്. ഇത് അത്ര ക്ലിയർ അല്ല. സമാധിയിൽ അന്ന് നമുക്ക് പഴയൊരു കെട്ടിടമായിരുന്നു. ഇപ്പോൾ ആ സമാധി ഇരിക്കുന്ന അവിടെ തന്നെ ഇത്തിരി ഉയർന്നിട്ടൊരു തിണ്ണ ഉണ്ടായിരുന്നു. അതിനകത്തൂടെ നമുക്ക് അതിനകത്ത് കയറാം. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ അവിടെ അകത്ത് കയറ്റി സ്വാമിമാർ പ്രാർത്ഥിച്ച് അതിന് ചുറ്റും നടത്തി തൊഴും. അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെ. അതേപോലെ തന്നെ ഇതിനകത്ത് കാണുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. ഞങ്ങൾ അപ്പച്ചൻ എന്ന് പറയും, വല്യപ്പച്ചൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് രാമഭക്തൻ. അന്നത്തെ മഠാധിപതിയായ മാധവാനന്ദ സ്വാമികളെയും അതിനകത്ത് കാണാവുന്നതാണ്. എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. അതിന് ആ ഫോട്ടോയ്ക്കകത്ത് കൊടിയേറുന്നത് നമ്മൾ കമുക് ഒക്കെ ചെത്തിയൊരുക്കാനൊക്കെ അപ്പച്ചൻ ഭയങ്കര ഉത്സാഹത്തോടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഘോഷയാത്രയിൽ അന്ന് തെർമക്കോൾ വെച്ച് നമ്മളൊരു ആദർശമുദ്ര ആദ്യമായിട്ട്, അന്ന് അതിനു മുന്നേ ഒന്നും അങ്ങനെയൊന്നും ഇല്ല, അത് വെട്ടി. ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് വീട്ടിൽ വെച്ച് എൻ്റെ സഹോദരൻ, അതായത് കർമ്മകർത്താവിൻ്റെ മകനാണത് ചെയ്തത്. അതൊക്കെ നല്ല ഓർമ്മകളാണ്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അതിനൊക്കെ സഹായിച്ചു കൊടുക്കും. ഞാനായിരുന്നു അസിസ്റ്റൻറ്റ്. അതേപോലെ തന്നെ ഈ കൊച്ചു കൊടികൾ, അത് അച്ഛൻ്റെ ഒരു ആശയമായിരുന്നു. അന്നാണ് ആ മതിൽ കെട്ടിയിരിക്കുന്നത്. ആ ഗേറ്റിൻ്റെയൊക്കെ ഫോട്ടോ അന്ന് നമ്മൾ എടുത്തതാണ്. ഈ കൊച്ചു കൊടികൾ അച്ഛനൊരു ഐഡിയ ആയിരുന്നു. നമുക്ക് ഘോഷയാത്രയ്ക്ക് കൊച്ചു കൊടികൾ കൊണ്ടുപോകാം. എന്നിട്ട് അന്ന് ചെങ്ങന്നൂർ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരിയും ദിവസം എടുത്ത് എവിടെയോ പോയി അത് തയ്ച്ച് 101 കൊച്ചു കൊടികൾ വെച്ച് അന്നത്തെ ആ ഘോഷയാത്രയുടെ ചിത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. പഴയ ഒത്തിരി ഓർമ്മകളും എല്ലാം സമാധി സന്നിധാനത്തിനെ കുറിച്ചുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഭാഗവതത്തിന് ഞാൻ പോയപ്പോൾ ഉള്ള സമാധി സന്നിധാനവും ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം.